Today we will be dealing with some of the numerical problems regarding the meter bridge, which is also called Wheaton's meter bridge. Okay, so the problems will go straight away. So you have to remember the equation, that is R by S, right? R by S, if it comes as R by S, it becomes L1 by 100 minus L1, right? Or you can take this one. Right, R by S means left gapular resistance by right gapular resistance is equal to null point in the length divided by 100 point is null point in length. This equation is right. Based on this equation, we are going to solve the problems today. Okay, so we move on to the first question. So, what is the first question? A meter bridge is balanced with a 20 ohm resistance in the left gap. Now, we have R and 40 ohm resistance in the right gap. A 40 ohm resistor is now shunted with another like resistance. That is 40 ohm. Shunt parallel where 40 ohm connect. Shunting means parallel connection. Find the shift in the null point. Pudhiya null point endananu chodyam. Appo question like pole. അപ്പോൾ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ലെഫ്റ്റ് എൻഡിലുള്ള അതായത് ആർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട് 20 ഓം തന്നിട്ടുണ്ട് റൈറ്റ് ഹാൻഡിലുള്ളത് 40 ഓം ആണ് തന്നിട്ടുണ്ട് റൈറ്റ് സോ യു ആർ ഗിവൺ എസ് 40 ഓം ആൻഡ് ദ നൾ പോയിന്റ് യു ആർ നോട്ട് ഗിവൺ സോ ലെറ്റ് ഇറ്റ് ബി എൽ റൈറ്റ് നൗ ദിസ് 40 ഈ കേസിൽ വരികയാണെങ്കിൽ ആർ ബൈ എസ് എന്ന് വരിക ദാറ്റ് ഈസ് എൽ ബൈ 100 മൈനസ് എൽ ആർ നമുക്ക് 20 ആയിരിക്കും by 40 is equal to L divided by 100 minus L. Let's make it as a first equation. 20 by 40 is 1 by 2 ആയിരിക്കും. Alright. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് L ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. So what will be the L's value? It goes over here. So 100 minus L, that is equal to 2L, or 3L is equal to 100, or L is equal to 100 by 3. 33 point something ആയിട്ട് വരും centimeter. That is the null point distance. ഇപ്പോൾ എന്താ പറയുന്നത് കേസ് 2ൽ എന്താ പറയുന്നത് ഈ 40 ഓംസ് അതായത് ആറ് 20 ഓം ആയിട്ടാണ് നിൽക്കും പക്ഷേ എസ് എന്തായെന്ന് പറയുന്നത് 40 ഓമിനെ പാരലായിട്ട് വേറൊരു 40 ഓം വയ്ക്കണം അപ്പോൾ എസ് എന്തായി മാറി 40 പാരലൽ 40 ഈസ് 20 ഓം റൈറ്റ് എന്ന് അങ്ങനെയാണെങ്കിൽ യു ആർ ആസ്ഡ് വാട്ട് ഈസ് ദ ന്യൂ ലെങ്ത് അതായത് നൾ പോയിന്റ് ഇപ്പോൾ എവിടെയാണ് വരിക എന്തെവിടെ വരിക R by S again L by 100 minus L പുതിയ ലെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് R by S 20 by 21 divided by L minus or L by 100 minus L നിങ്ങൾക്ക് L is equal to 50 സെൻറ്റിമീറ്റർ എന്ന് തോന്നുന്നുണ്ടോ കാൽക്കുലേഷൻ ചെയ്യണം കേട്ടോ റൈറ്റ് അതായത് കൊത്ത നടുക്ക് അങ്ങനെയാണെങ്കിൽ ആദ്യം 33.3 സെൻറ്റിമീറ്റർ ഇപ്പോൾ 50 സെൻറ്റിമീറ്റർ 50 സെൻറ്റിമീറ്റർ അതായത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എത്ര വെച്ചിട്ട് 50 33.33 minus ചെയ്യുക and you will get the answer as around 16.67 centimeter towards right. This is your answer. First question വളരെ സിമ്പിൾ ആണ് ഇതാണ് ലോജിക് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാൻ നോക്കാം റൈറ്റ് ദിസ് ഇസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the question? Read it, guys. When two resistant coils are connected in series, one gap of the meter bridge with a resistance of 75 ohm in the right gap, right? And the null point is obtained at the midpoint of the bridge. Midpoint is null point of 50 centimeter. Right. The coils are then connected in parallel and insert in the gap with the resistance 18 ohm in the other gap to obtain the null point at the same point before. അതായത് ഏത് എവിടെയായിരുന്നു null point ആദ്യം വന്നിരുന്നത് അതേ സ്ഥലത്താണ് null point വന്നിരിക്കുന്നത് അപ്പോൾ 50 തന്നെയാണ് എല്ലാ കേസസിൽ. അപ്പോൾ ആദ്യത്തെ കേസിൽ എന്താ പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ രണ്ട് കോയിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുക റൈറ്റ് എൻഡിൽ 75 ഓം ആണ് റൈറ്റ്. രണ്ടാമത്തെ കേസിൽ എന്താ പറയുക ഈ രണ്ട് റെസിസ്റ്റൻസ് ലെഫ്റ്റ് എൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് റൈറ്റ് എൻഡിൽ 75 തന്നെയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഹിയർ ഗൈസ്. റൈറ്റ് ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ് കേസ് 1. കേസ് 1ൽ പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ലെഫ്റ്റ് എൻഡ് ഞാൻ ഈ ലെഫ്റ്റ് എന്നൊക്കെ എഴുതുള്ളൂ കേട്ടോ. ലെഫ്റ്റ് എൻഡിൽ R1 plus R2 സീരീസിലാണ് കണക്ട് ചെയ്തത്. സപ്പോസ് R1 and R2 is the resistance of the coil. റൈറ്റ് റൈറ്റ് എൻഡിൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 75 ഓം ആണ്.
and L has been given as 50 centimeter. അപ്പോൾ 100 minus L എന്തായിരിക്കും 50 തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് ബൈ റൈറ്റ് അല്ലേ R by S. So R1 plus R2 divided by 75 is equal to 50 by 50 എന്ന് വരും. It is 1 by 1, or I can say R1 plus R2 is 75. This is your first equation. Right. Now I am going for case 2. കേസ് 2 വരുമ്പോൾ ലെഫ്റ്റിൽ എന്താണെന്ന് പറയുന്നത് ഈ രണ്ട് കോയിൽ പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ് ഇസ് R1 പാരലൽ R2. സോ ഇറ്റ് വിൽ ബി R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. എന്നാൽ റൈറ്റിൽ അപ്പോഴും അതെന്താണ് നമുക്ക് വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് സെയിം തന്നെയാണ് 75 ഓം. ലെങ്ത് സെയിം നൾ പോയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലും 50 തന്നെയാണ്. സോ ഇവിടെ എന്ത് ചെയ്തും R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 whole divided by 75 is equal to 50 by 50. ഇതിൽ R1 plus R2 75 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. സോ ഇതിൽ നിന്ന് എനിക്ക് R1 R2 എന്ന ഫാക്ടറിൻ്റെ വാല്യൂ കിട്ടും അറൗണ്ട് 135 എന്ന് കിട്ടും. സോ ഈ ഗൈസ് ഇതെല്ലാം മാത്സിൻ്റെ കാൽക്കുലേഷൻ ആണ്. യു ഗൈസ് ക്യാൻ ഡു ബൈ യുവർ സെൽഫ്. ക്ലിയർ. ഇനി ഇവിടെ ഒരു രണ്ടാമത്തെ വാല്യൂ അല്ലേ യു ആർ ഗിവൺ R1 plus R2 then you have given R1 R2. how will you find it? ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇവിടുന്ന് R1 is equal to 135 by R2 എന്നുള്ളത് ഈ R1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് R2ൻ്റെ വാല്യൂ കിട്ടും. ഐ ആം ജസ്റ്റ് ടെല്ലിങ് യു ദ മെത്തേഡ്. അവസാനം യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് R1 as 30 ohm and R2 as around 45. You have to get it right using solving these two equations. Clear ആണെന്ന് വിചാരിക്കുന്നു. Right, let's move on to the third question guys. ഇതിലെ കാൽക്കുലേഷൻസ് ഞാൻ ചെയ്യാത്തത് അതിന് നമുക്ക് സമയം കളയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഫിസിക്സിൻ്റെ ഭാഗം എങ്ങനെയാണ് ഇക്വേഷൻ കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. Now we'll move on to the third question. എന്താ പറയുന്നത്? Two resistances X and Y are connected in the left and right gap. അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ X, റൈറ്റ് എൻഡിൽ Y. Null point is measured from the left end and the ratio of the balancing length is found to be 2:3. അതായത് L divided by 100 minus L നിങ്ങൾക്ക് എത്ര തന്നുണ്ട്? 2/3 തന്നുണ്ട്. ഇഫ് എക്സിൻ്റെ വാല്യൂ ഇസ് ചേഞ്ച്ഡ് ബൈ 20 ohm, ചേഞ്ച്ഡ് ബൈ 20 ohm എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് +20, അതായത് X plus 20 ആയോ എന്നാണോ X minus 20 ആയോ എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ദ റേഷ്യോ ഓഫ് ബാലൻസിങ് ലെങ്ത് ബിക്കംസ് 1/4. അതായത് ഇപ്പോൾ ആദ്യം L by 100 minus L 2/3 ആണെങ്കിൽ ഇപ്പോൾ L by 100 minus L എന്തായുണ്ട്? 1/4. എങ്ങനെയാണെങ്കിൽ X by Yൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ ആയിരിക്കുന്നു. സോ ഫസ്റ്റ് ഇതേമാതിരി തേർഡ് ക്വസ്റ്റ്യൻ അല്ലേ. വിൽ ഗോ ഫോർ കേസ് 1. കേസ് 1 എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഗ്യാപ്പിൽ എന്താണ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് ഗ്യാപ്പിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് വൈ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ്. റൈറ്റ്. എന്നിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട് L/100 മൈനസ് L എന്താന്ന് പറഞ്ഞിട്ടുണ്ട് 2/3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റിൽ വൈ ആണെന്നല്ല പറഞ്ഞത്. ലെഫ്റ്റ് ബൈ റൈറ്റ് R/S ഇസ് ഈക്വൽ ടു L/100 മൈനസ് L ആണെങ്കിൽ എന്താ 2/3 അല്ലേ. ഇതിൽ നിന്ന് എനിക്ക് എക്സ് എന്തെന്താ എഴുതാം 2/3 വൈ. മേക്ക് ഇറ്റ് ആസ് ഫസ്റ്റ് ഇക്വേഷൻ. റൈറ്റ്. ഇനി ലെറ്റ്സ് മൂവ് ഓൺ ടു ദ കേസ് 2. കേസ് 2ൽ എന്താ പറഞ്ഞിട്ടില്ല റൈറ്റിലത്തെ ആൾ എന്ത് തന്നെയാണ് വൈ തന്നെയാണ്. ദേ ആർ നോട്ട് ചേഞ്ചിങ് ഇറ്റ്. പക്ഷേ ലെഫ്റ്റിലത്തെ ആളെന്താ X+20 ആകാം അല്ലെങ്കിൽ X-20, ചേഞ്ച്ഡ് ബൈ 20 എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നോക്കിയേ L/100 മൈനസ് L എന്താന്ന് പറഞ്ഞിട്ട് 1/4 ആയി. അതായത് നോക്കിയേ ആദ്യം 2/3 ആയിരുന്നു. 2/3 ആണോ വലുത് 1/4 ആണോ വലുത്? 2/3 ആണ് വലുത്. ക്ലിയർ. അത് ഫ്രാക്ഷനിൽ നോക്കുക. അതിൻ്റെ അർത്ഥം L/100 മൈനസ് L എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ X/Y റേഷ്യോയിൽ നോക്കുക. ഇത് സപ്പോസ് ഇത് X' ആണെന്ന് വിചാരിക്കട്ടെ. ലെഫ്റ്റിലത്തെ വാല്യൂ X' പുതിയ വാല്യൂ. ഈ X'/Y കുറയാണ് അല്ലേ. എങ്ങനെ? ഇവിടെ L/100 മൈനസ് Lൻ്റെ വാല്യൂ കുറയല്ലേ. ഇറ്റ്സ് വാല്യൂ ഹാസ് ബീൻ റെഡ്യൂസ്ഡ്. So if this much factor has been reduced means numerator is changing and has been told, and denominator is not changing, y is always constant. That means numerator എന്തായിരിക്കണം? കുറഞ്ഞിട്ടുണ്ടാവണം അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ X+20 അല്ല ആയിട്ടുള്ളത്, എക്സിൻ്റെ വാല്യൂ X-20 ആണ് ആയിട്ടുള്ളത്. ക്ലിയർ ആവുമ്പോഴേക്കിന്. സോ X-20 by y is equal to 1/4. റൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്താ 2y/3 എന്നിട്ട് കഴിഞ്ഞാൽ 2y/3 minus 20/y is equal to 1/4. You can get the value of y of around 48 ohm. കാൽക്കുലേഷൻ തനിയെ ചെയ്യണം കേട്ടല്ലോ.
വൈൻ്റെ വാല്യൂ 48 കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 32 ഓം. Clear? Right? Shall we move on to the fourth question? Right. Next is the fourth question. It's a lengthy question. വായിക്കാൻ കുറച്ചുണ്ട്, പക്ഷെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. In a meter bridge with R1 in the left gap, X in the right gap, the null point is at 40 cm from the left end. അല്ലേ? അപ്പോൾ R1ഉം നിങ്ങൾക്ക് ലെഫ്റ്റ് ഗ്യാപ്പിലത്തെ റൈറ്റ് ഗ്യാപ്പിലത്തെ റെസിസ്റ്റൻസ് എക്സ് ആണ്. എല്ലിൻ്റെ വാല്യൂ 40 തന്നിട്ടുണ്ടെങ്കിൽ 100 മൈനസ് എൽ എന്തായിരിക്കും? 100ൽ നിന്ന് 40 കുറച്ച് എത്രയാണ്? 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് പറഞ്ഞിട്ടില്ല, ഇനി R2 ആണ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെച്ചത്. ഇത് കേസ് 2. R2 ആണ് ലെഫ്റ്റ് ഗ്യാപ്പിൽ വെക്കുന്നതെങ്കിൽ റൈറ്റ് ഗ്യാപ്പിലുള്ള റെസിസ്റ്റൻസ് വൈ ആണ്. അങ്ങനെയാണെങ്കിൽ നൾ പോയിൻ്റ് എന്താ? 50 സെൻറ്റിമീറ്റർ ഫ്രം ദ ലെഫ്റ്റ് എൻഡ്. എല്ല് 50 ആണെങ്കിൽ 100 മൈനസ് എൽ എന്തായിരിക്കും? 50 തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കേസ് ആയല്ലോ. തേർഡ് എന്താ? വേർ വിൽ ബി ദ നൾ പോയിൻ്റ്, അതായത് എല്ല് എന്തായിരിക്കും? ഇഫ് R1 and R2 are put in series in the left gap. ലെഫ്റ്റ് ഗ്യാപ്പിൽ R1ഉം R2 ആയിരിക്കണം സീരീസിൽ വേണ്ടത്. അതായത് ലെഫ്റ്റ് ഗ്യാപ്പിൽ R1 പ്ലസ് R2 ആണെങ്കിൽ ആൻഡ് റൈറ്റ് ഗ്യാപ്പിൽ എന്ത് തന്നെയാണ്? എക്സ് ആണെങ്കിൽ അവിടുത്തെ ആ മൂന്നാമത്തെ സിനേരിയോയിൽ വരുന്ന നൾ പോയിൻ്റ് ലൊക്കേഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 കേസസ് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. സോ ഗോ ഓൺ വിത്ത് സോൾവിങ്. സോ ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. സോ കേസ് 1. റൈറ്റ്, അറ്റ് ദാറ്റ് ടൈം എന്താ പറഞ്ഞിരുന്നത്? ലെഫ്റ്റിൽ എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? R1, റൈറ്റിൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്? യു ആർ ഗിവൺ എക്സ് ആൻഡ് എൽ ഇസ് ടേക്കൺ ആസ് 40. സോ 100 മൈനസ് എൽ വിൽ ബി 60 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ബൈ റൈറ്റ്, ദാറ്റ് ഇസ് R1 ബൈ എക്സ് വിൽ ബി ഈക്വൽ ടു 40 ബൈ 60 ഓർ 2/3 എന്ന് വരും. റൈറ്റ്, ക്ലിയർ ആവുണ്ട് വയ്ക്കുന്നത് അല്ലേ? Let's make it as the first equation, that is R1 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. R1 is equal to 2/3 x എന്ന് എഴുതാം. Let's make it as the first equation. Done good? Yes. ഇനി കേസ് 2 എന്താക്കിയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ പുതിയ റെസിസ്റ്റൻസ് വെക്കണം എന്ന് പറഞ്ഞാൽ R2, അതേമാതിരി റൈറ്റിൽ പുതിയ റെസിസ്റ്റൻസ് വെക്കണം. എന്താണ്? Y. അങ്ങനെ വരുമ്പോൾ ബാലൻസിങ് ലെങ്ത് എന്തായി എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ 100 മൈനസ് എൽ എന്ത് തന്നെയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? And then left by right, that is R2 by Y is equal to 50 by 50, that is 1 by 1 അല്ലേ? Or I can say R2 is equal to Y. Clear ആവുണ്ട് വിചാരിക്കുന്നത്? Right. Now, okay guys, question I wrote it something wrong. ഞാനൊന്ന് കട്ട് ചെയ്ത് പോലല്ലോ. റൈറ്റ്, സോറി ഗൈസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് തെറ്റ് വന്നിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞ കാര്യം അല്ലേ എല്ലായിടത്തും കോമൺ ആണ് കേട്ടോ. സോറി, എക്സ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്, ഹിയർ എക്സ് ഇൻ ദ റൈറ്റ് ഗ്യാപ്പ്. റൈറ്റ് ഗ്യാപ്പിൽ റെസിസ്റ്റൻസ് മാറുന്നില്ല കേട്ടോ, എക്സ് ആണ്. ഐ എം എക്സ്ട്രീംലി സോറി ഗൈസ്. സോ റൈറ്റ് ഗ്യാപ്പിലൂടെ എക്സ് ആണ്, എക്സ്. റൈറ്റ്, ഹിയർ ഓൾ എക്സ്. ദർ ഇസ് നോ എക്സ്ട്രാ ടേം. വൈ എന്ന് പറഞ്ഞ ടേം ക്വസ്റ്റ്യനിലില്ല, ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. റൈറ്റ്, ക്ലിയർ ആയിട്ട് വിചാരിക്കണേ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കൺഫ്യൂഷൻ ഹിയർ. സി, വൈ എന്ന് പറഞ്ഞ ടേം അല്ല, അവിടെ എക്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ റൈറ്റിൽ എക്സ് തന്നെയാണ്. സോ യു വിൽ ഗെറ്റ് R2 is equal to എക്സ് ഇൻ ദ സെക്കൻഡ് സെക്ഷൻ. റൈറ്റ്, ഐ എം സോറി ഗൈസ്. നൗ കേസ് 3 നീന്താ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റിൽ R1ഉം R2 എന്താണോ? സീരീസ് ആണ്. സോ R1 പ്ലസ് R2. റൈറ്റ്, റൈറ്റിൽ എപ്പോഴും എന്താണ്? എക്സ് തന്നെയാണ്. ആൻഡ് എൽ ഈസ് യുവർ ക്വസ്റ്റ്യൻ മാർക്ക്. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എൽ. Right, അപ്പോൾ ലെഫ്റ്റ് ബൈ റൈറ്റ്, ദാറ്റ് ഇസ് R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ 100 മൈനസ് എൽ അല്ലേ? ഈ R1നെ നോക്കിയേ, R1നെയും R2നെയും എനിക്ക് എക്സിൻ്റെ ടേംസിൽ എഴുതാം അല്ലേ? സോ R1 is 2/3x and R2 is x whole divided by x is equal to L by 100 minus L അല്ലേ? ഈ രണ്ട് മോളത്തെയും ഡിനോമിനേറ്ററിലെ കേസിൽ എക്സ് കോമൺ ആണ്. സോ യു ക്യാൻ ഫൈൻഡ് എൽസ് വാല്യൂ. സ്ട്രേറ്റ് അവേ റൈറ്റ് ദ എൽസ് വാല്യൂ ആസ് 62.5 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയിരിക്കണം. ഈ രണ്ട് സെക്ഷനിൽ എക്സ് ഇല്ലേ, യു ക്യാൻ പുട്ട് ഇറ്റ് ഔട്ട് സൈഡ്. സോ എക്സ് കട്ട് ചെയ്തിട്ട് ഇവിടെ 2/3 + 1 ഉണ്ടാവുള്ളൂ. റൈറ്റ്, സോ ഇറ്റ് വിൽ ബി 5/3. അങ്ങനെ സോൾവ് ചെയ്യണം. ക്ലിയർ ആവുന്നതായിരിക്കും.